ഹെവി വാഹന ലൈസൻസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൊന്നാനി സ്വദേശിനി അഫിയ അനീഷിനെ പരിചയപ്പെടാം. വാഹനങ്ങളോടുള്ള അഭിനിവേശവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ചേർന്നാണ് അഫിയ ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. തൻ്റെ 21-ാം വയസ്സിൽ ഹെവി ലൈസൻസ് എടുത്തിട്ടുള്ള ആഫിയ അനീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം, എന്തായിരുന്നു ഇത് എടുക്കാനുള്ളൊരു കാരണം? ഒന്നുമില്ല, പ്രത്യേകിച്ച് എൻ്റെ അങ്കിൾ ഓൾറെഡി ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി. ഇവിടെ പൊന്നാനി തന്നെ KSRTCയിൽ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ വണ്ടികളെല്ലാതും ഓൾറെഡി 4 വീലറും 2 വീലറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി കാറൊക്കെ ഓടിക്കലുണ്ട്. അങ്ങനെ പിന്നെ ബസ്സും കൂടി ഓടിച്ചിരിക്കാതെ നല്ലതാണ് പഠിക്കുക എന്നുള്ളതിലായിട്ട് ചേർന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊക്കെ പഠിക്കാൻ ഇത്തിരി എഫേർട്ട് വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹെവി ലൈസൻസ് എടുത്തിട്ട് ഡെയിലി ലൈഫിൽ നമുക്കൊരു ആവശ്യമില്ലാത്തൊരു കാര്യം കൂടിയാണല്ലോ, അല്ലെങ്കിൽ കരിയർ ആണെങ്കിലും അങ്ങനെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടാനുണ്ടായ കാരണം ഇൻട്രസ്റ്റ് ആണോ? അതെ, ഓൾറെഡി കാറിനോടൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ കാറൊക്കെ ഓടിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ബസ്സും കൂടി വന്നപ്പോൾ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പഠിച്ചിരിക്കാവുന്നതിൽ. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു ഇതിലായിട്ട് തന്നെ ഞാൻ ആ ബസ് എടുത്തത്, അങ്ങനെ ലൈസൻസ് എടുത്തത്. ഫസ്റ്റ് ടെസ്റ്റിനെല്ലാം പാസ്സായി? അതെ. ഇപ്പോൾ ടി ആണ് അതിനിടുണ്ട്. ടി തൊട്ട് റോഡും ചെയ്തു, അതിൽ തന്നെ പാസ്സായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്? പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 4 വീലറിൻ്റെ ലൈസൻസ് എടുക്കണ മാതിരി തന്നെയാണ്. സെയിം എല്ലാ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ലൈസൻസ് എടുക്കണ മാതിരി തന്നെ ചെയ്യാം. പിന്നെ ചാലഞ്ചസ് എന്ന് പറയുന്നത് കാറിന് അനുബന്ധിച്ച് അത് സൈസാണ് മെയിനായിട്ട്. നമ്മൾ ആ ഒരു വ്യത്യാസങ്ങളെന്ന് പറയണത് നമ്മുടെ ബസ്സിൻ്റെ സൈസ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾക്ക് മനസ്സിലുണ്ടായി അത് ഓടിക്കുക എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസങ്ങളാണ്. പിന്നെ ബാക്കി എല്ലാതും നമ്മുടെ കാറിൻ്റെ മാതിരി തന്നെ സെയിം ആണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു കരിയറായിട്ട് എടുക്കാനാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? കരിയറായിട്ട് എടുക്കാവുന്നവർക്ക് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ KSRTC തന്നെ അത് ലൈസൻസ് എടുക്കാനുള്ളതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാം. കുറേ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ച് അത് കുറവാണ്. പക്ഷെ എന്നാലും പെണ്ണുങ്ങളോട് മുന്നോട്ട് വരാനും നല്ലോണം പ്രോത്സാഹനം തരുന്ന ഒരു ഇതാണ് KSRTC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്തതിനാൽ അവർ അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അവർ ചെയ്യുന്നുണ്ട്. നിത്യജീവിതത്തിൽ ആവശ്യമെന്നോണം 2 വീലറും അതുപോലെ തന്നെ 4 വീലറും എടുക്കുന്ന ഒരുപാട് ആളുകളെ, സ്ത്രീ പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹെവി ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ള ആഫിയ അനീസ് എല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.